ഏവർക്കും ഹാജാസ് PSCയിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. ഈ കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് എന്തെല്ലാമാണ് ഈ കൊച്ചു കേരളത്തിൽ നടന്നത്? 2 തവണ ഭരണത്തിലിരുന്ന LDF പറഞ്ഞു വികസനം സർവ്വമേഖലകളിലും കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. എന്നാൽ വികസനമേ നടന്നിട്ടില്ല എന്നായിരുന്നു UDFൻ്റെ വാദം. അങ്ങനെ മത്സരം കഴിഞ്ഞു, വിധി വന്നു. കുറേ ദിവസങ്ങൾ മുഖ്യമന്ത്രിക്കുള്ള ഒരു തീരുമാനമാകാതെ അങ്ങനെ ഇരുന്ന് ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ വരികയാണ്. അപ്പോൾ നമുക്കിവിടെ പറയാനുള്ളത് കേരള PSCയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലും ഏറ്റവും വലിയൊരു ആരോപണം എന്ന് പറയുന്നത് പിൻവാതിൽ നിയമനം തന്നെയായിരുന്നു. അതുപോലെ തന്നെ റാങ്ക് വാങ്ങി, 1ാം റാങ്ക് വാങ്ങി, എന്നിട്ടും ജോലി കിട്ടിയില്ല എന്നൊക്കെയുള്ള പരാതികൾ ഉണ്ടായിരുന്നപ്പോഴും LDF ഗവൺമെൻറ് പറയുന്നത് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടത്തിയ ഗവൺമെൻറ് അതായിരുന്നു, ആ ഒരു കാലഘട്ടമായിരുന്നു എന്നാണ്. അതിൻ്റെ കൃത്യമായ കണക്കുകളും അവർ രേഖപ്പെടുത്തുന്നുണ്ട്. എന്തു തന്നെയാണെങ്കിലും ഇതെല്ലാം നിലവിലിരിക്കെ കുറേ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തുകൊണ്ടാണ് UDF അധികാരത്തിലേക്ക് എത്തുന്നത്. UDF നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഉദ്യോഗാർത്ഥികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഉദ്യോഗാർത്ഥികൾ സമരത്തിനിറങ്ങിയപ്പോഴെല്ലാം അവരെ സഹായിക്കാൻ UDF രംഗത്തുണ്ടായിരുന്നു. ആ UDF ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ എന്തായാലും ഉദ്യോഗാർത്ഥികളായ നമ്മളെ പരിഗണിക്കും എന്ന് തന്നെയാണ് വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉഷാറായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ മുന്നിലേക്ക് ഇനി വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 പരീക്ഷകൾ എന്ന് പറയുന്നത് പാവപ്പെട്ടവൻ്റെ IAS എന്നറിയപ്പെടുന്ന LDC ഉണ്ട്. LDC എന്ന് പറയുന്നത് ഒരു ചെറിയ മീനല്ല, അതൊരു വലിയ മീനാണ്. നമുക്ക് കയ്യെത്തിപ്പിടിക്കാൻ കഴിയുന്ന, ഒരു 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരാളിന് കയ്യെത്തിപ്പിടിക്കാൻ കഴിയുന്ന അത്രയും അടുത്ത് തന്നെയാണ് LDC എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് LPUP എന്ന് പറയുന്നൊരു എക്സാമിനേഷനും. LPUP അതും ഒരു ചെറിയ മീനല്ല, അതൊരു വലുതാണ്. അതിനും ഈ പറഞ്ഞതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ വരാനിരിക്കുകയാണ്. എന്തായാലും UDFൻ്റെ മന്ത്രിസഭ അധികാരമേറ്റ് കഴിഞ്ഞാൽ ആദ്യത്തെ തീരുമാനങ്ങൾ എപ്പോഴും ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചായിരിക്കും എന്നതിൽ യാതൊരു മാറ്റവും ഇല്ല. അതുകൊണ്ട് തന്നെ ഇനി ഈ പറയുന്ന PSC കോച്ചിങ് സെൻ്ററുകളും PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളും ഒക്കെ ഒന്ന് ഉയർന്ന് വരേണ്ടതുണ്ട്, ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്നത് LDCയെക്കുറിച്ചാണ്. LDC എന്ന് പറയുന്ന ഒരു പരീക്ഷയെക്കുറിച്ചാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാനും എഴുതാനും ഒക്കെ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും 10ാം ക്ലാസ് ജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും LDC എഴുതാം. പ്രായമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. പ്രായപരിധിയൊന്നും ഇപ്പോൾ ഒരു വലിയ പ്രശ്നമൊന്നുമല്ല. അതിന് വലിയ ബുദ്ധിമുട്ടൊന്നും പ്രായപരിധി കൊണ്ടുണ്ടാവാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ 40 വയസ്സായ ആളിനും 35 വയസ്സായ ആളിനൊക്കെ PSCക്ക് പഠിക്കാൻ, ഇതുവരെ പരീക്ഷ എഴുതാത്തവർ പോലും പരീക്ഷ എഴുതാൻ തുടങ്ങും. അതായത് നിങ്ങൾക്ക് നന്നായിട്ട് എന്ത് ചെയ്യാം, PSCക്ക് പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളും ഒക്കെ ഉണ്ടെന്ന്. ഓഫ്ലൈനിൽ പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഓഫ്ലൈൻ പഠിക്കാം. ഓൺലൈൻ പഠിക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ. നമുക്കറിയാമല്ലോ, ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും അതൊരു വീട്ടമ്മയായിരിക്കാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെ വീട്ടമ്മയാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങളുണ്ട്, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളുണ്ട്, ഇതിനെല്ലാം ഇടയിൽ കിട്ടുന്ന സമയമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അങ്ങനെ പഠിച്ചാൽ തന്നെയും ജോലി കിട്ടുമോ എന്ന് ഉറപ്പില്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ നിന്നും നമ്മൾ പുതിയ ഒരു ഭരണതലത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്ക് പ്രതീക്ഷിക്കാം, നമുക്ക് ജോലി കിട്ടും. അതിനേക്കാളെല്ലാം ഉപരി നിങ്ങൾ കാര്യം മനസ്സിലാക്കുക, പഠിച്ചവർക്ക് എല്ലാവർക്കും ജോലി കിട്ടിയിട്ടുണ്ട്. നമ്മൾ പഠനത്തിൽ എന്തൊക്കെയോ ചില പോരായ്മകൾ ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾ ഒരുപാട് നേരം 10, 16, 15 മണിക്കൂർ പഠിക്കുന്നതിലല്ല കാര്യം. ഒരു 2, 3 മണിക്കൂർ വളരെ ഫ്രൂട്ട്ഫുള്ളായിട്ട് നമ്മൾ പഠിക്കുക എന്നതിലാണ്. നമ്മളെപ്പോഴും PSCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മുടെ മനസ്സ് നിൽക്കുക എന്നതാണ് കാര്യം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെയുണ്ട്, ഒരുപാട് പ്രാരാബ്ധങ്ങളുണ്ട്. അതിനിടയിൽ നിന്നാണ് എല്ലാവരും പഠിച്ച് ജോലി നേടിയത്. അല്ലാതെ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച ആരും അല്ല ഇന്ന് റാങ്ക് വാങ്ങി പോകുന്നത്. ഇതൊരു പ്രത്യേക മേഖലയാണ്, ഇതൊരു പ്രത്യേക ട്രിക്കും കാര്യങ്ങളും ഒക്കെയുണ്ട്. ഈ ട്രിക്ക് പഠിക്കുക എന്നുള്ളതാണ്. ഇതിനെ വളരെ കൗതുകപരമായും അതുപോലെ തന്നെ ഇതിനെ വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ LDC നിങ്ങൾ മുഴുവൻ ആൾക്കാരും അപ്ലൈ ചെയ്യണം. ഇതുവരെയും PSC അപ്ലൈ ചെയ്യാതിരുന്ന ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത്, ഈ LDC നിങ്ങൾ ഗൗരവമായിട്ട് കാണണം, നന്നായിട്ട് പഠിക്കണം. കൃത്യമായി പഠിക്കുകയാണെങ്കിൽ ഒരു 8 മാസം അല്ലെങ്കിൽ ഒരു 10 മാസം കൊണ്ട് തന്നെ ഒരു നല്ല റാങ്കിലേക്ക് എത്താവുന്ന തരത്തിൽ നിങ്ങൾക്ക് മാറാൻ കഴിയും. ഓരോ വിഷയങ്ങളുടെയും ഹൃദയഭാഗങ്ങളുണ്ട്, അതെല്ലാം ഏറ്റവും നന്നായി പഠിക്കണം. ഉദാഹരണത്തിന് നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററി എടുത്താൽ 1857 മുതൽ 1947 വരെ വരുന്ന ഇന്ത്യൻ ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൽ നിന്നും ഏകദേശം ഒരു 5-6 ചോദ്യങ്ങളുണ്ടാവും. ഈ 5-6 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് LDC പരീക്ഷയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ മേഖല നന്നായിട്ട് പഠിക്കണം. ഇത്രയും കവർ ചെയ്യാൻ നമുക്ക് ഒരാഴ്ച മതി. ഒരൊറ്റ ആഴ്ച കൊണ്ട് അത് കവർ ചെയ്യാൻ പറ്റും.
അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഇത് മറക്കാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ കൃത്യമായി നിങ്ങൾ മറക്കുക കേട്ടോ. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത നിങ്ങളുടെ മനസ്സിൻ്റെ പരിപാടി അത് മറക്കുക, നിങ്ങളെ കൊണ്ട് അത് മറപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സ് ചെയ്യുന്നത്. പക്ഷേ അത് മറക്കാതിരിക്കാനാണ് നിങ്ങൾ ഈ പറയുന്ന ഹജാസ് PSCയിലേക്ക് എത്തുന്നത്. അതായത് ഞങ്ങളുടെ ഒരു ബാച്ചുണ്ട്, LDC സ്മാർട്ട് ബാച്ച്, LDC വിക്ടറി ബാച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ പുതിയ പുതിയ ബാച്ചുകളുണ്ട്. ഈ ബാച്ചുകളിലേക്ക് വന്നാൽ നിങ്ങൾക്കൊരിക്കലും നമ്മുടെ പഠിക്കുന്നത് മറക്കൂല. എക്സാം എഴുതി 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 തഴക്കം വന്ന് നമ്മൾ വളരെ പെർഫെക്റ്റ് ആയതിനു ശേഷമാണ് നോട്ടിഫിക്കേഷൻ വരിക. അപ്പോഴാണ് നമ്മൾ പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഗംഭീരമായി ഓരോ ടോപ്പിക്കും സിലബസ് വൈസ് പഠിച്ച് പരീക്ഷ എഴുതി എന്താ പറയുക, നല്ല ലൈവ് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. എല്ലാ ആഴ്ചയിലും 3-4 ദിവസങ്ങളിൽ നമുക്ക് എന്തുണ്ട്, ലൈവ് ക്ലാസ്സുകളുണ്ടാവും. ഈ ലൈവ് ചെറിയ ലൈവല്ല, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്ന, നിങ്ങൾക്കൊരു എനർജി നൽകുന്ന ലൈവ് ക്ലാസ്സുകളായിരിക്കും. അങ്ങനെ നമുക്ക് പഠിക്കാം. നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിലാണ് നിങ്ങൾക്ക് താല്പര്യം, നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ക്ലാസ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ തീരെയില്ല. നിങ്ങൾ യൂട്യൂബ് നോക്കിയാലും അല്ലെങ്കിൽ ഫേസ്ബുക്ക് നോക്കിയാലും ഗൂഗിളിൽ സെർച്ച് ചെയ്താലും ഒക്കെ ചില പരസ്യങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പരസ്യത്തിൽ കാണുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന്. ഒരിക്കലും അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. പരസ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്ന പല പ്രോഡക്റ്റുകളും ഏറ്റവും ബെസ്റ്റാണ്. അവർക്ക് വലിയൊരു ഹ്യൂജ് എമൗണ്ട് കൊടുത്ത് പരസ്യം ചെയ്യാനില്ലാത്തത് കൊണ്ടാണ് അവർ മുൻധാരയിലേക്ക് വരാത്തത്. ഹജാസ് ക്ലാസ്സസും അങ്ങനെയാണ്. അതുകൊണ്ട് പരസ്യം എന്ന് പറയുന്ന സാധനമില്ല. ആകെ ഉള്ളത് യൂട്യൂബിൽ നമ്മുടെ ചാനലിലൂടെ നൽകുന്ന പരസ്യമാണ്. നിങ്ങൾക്ക് ഏതൊരു ക്ലാസ്സിനെയും ഹജാസ് ക്ലാസ്സുമായിട്ട് താരതമ്യം ചെയ്യാം. നിങ്ങളെ കൃത്യമായ ഒരു ദിശയിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയും. ഞങ്ങളുടെ ടീമുണ്ട്, ഏറ്റവും ഗംഭീരമായ ടീച്ചേഴ്സ് പാനലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ അക്കാഡമിക് സെഷനുണ്ട്. അവരെല്ലാവരും നിങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് നമുക്ക് ഗംഭീരമായി നമുക്ക് ആ റാങ്കിലേക്ക് എത്തിച്ചേരാം. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് റാങ്കിലേക്ക് എത്തിച്ചേരാൻ കഴിയും. നിങ്ങളെപ്പോഴും ഇതിനകത്ത് ഈ ഒരു ആപ്പിൻ്റെ ഒരു പ്രത്യേകത, നിങ്ങൾ എപ്പോൾ വിളിച്ചാലും ആ കോൾ അറ്റൻഡ് ചെയ്യുന്നത് ഞാൻ തന്നെയായിരിക്കും. ഞങ്ങളുടെ സ്റ്റാഫുകൾ അറ്റൻഡ് ചെയ്യും. നിങ്ങൾക്ക് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു തരും. 1 വർഷമാണ് വാലിഡിറ്റി എങ്കിൽ 1 വർഷവും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഓക്കെ. അതുപോലെ നമ്മുടെ LP-UPയുടെ ബാച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ LP-UPയിൽ ഏറ്റവും കൂടുതൽ റാങ്ക് വാങ്ങിയത് ഏത് ആപ്ലിക്കേഷനാണ്, ഏത് കോച്ചിങ് സെൻ്റർ ആണെന്ന് ചോദിച്ചാൽ അത് ഒറ്റ പേരേ ഉള്ളൂ. അത് ഹജാസ് ക്ലാസ്സസ് എന്ന് പറയുന്ന ഒരു ആപ്പിലാണ്. ഹജാസ് ക്ലാസ്സസ് എന്ന ആപ്പിൽ കഴിഞ്ഞ ബാച്ചിൽ എല്ലാ ജില്ലകളിൽ നിന്നും ഏറ്റവും കൂടുതൽ മുന്നിലുള്ള റാങ്കുകളെല്ലാം ഞങ്ങളാണ് തൂത്തുവാരിയത്. പക്ഷേ മാർക്കറ്റ് ചെയ്തില്ല. മാർക്കറ്റ് ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾ അറിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഹജാസ് ക്ലാസ്സിലെ ക്ലാസ്സുകളെല്ലാം അങ്ങനെയാണ്. ഏറ്റവും പ്രധാനം ഈ ഒരു ആപ്പിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാവരും നമ്മൾ പഠിപ്പിക്കുന്ന എല്ലാവരും ടീച്ചേഴ്സ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ചോദിക്കും ബാക്കിയുള്ളവരെല്ലാം ടീച്ചേഴ്സ് അല്ലേ എന്ന്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാവരും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. എന്ന് പറഞ്ഞാൽ BEd അല്ലെങ്കിൽ MEd അല്ലെങ്കിൽ PG ഒക്കെ കഴിഞ്ഞ് ഡോക്ടറേറ്റ് കഴിഞ്ഞ് MPhil കഴിഞ്ഞ കുറേ ആൾക്കാരുണ്ട്. അവരുടെ സബ്ജക്റ്റിൽ അവരാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലും ഏത് നിറത്തിലും അവർ ചോദ്യം ചോദിച്ചാലും നമുക്ക് കൃത്യമായി ഉത്തരം പറയാൻ കഴിയും. സ്റ്റേറ്റ്മെൻ്റ് ആയിക്കോട്ടെ, ഒബ്ജക്റ്റീവ് ആയിക്കോട്ടെ, മറ്റേതെങ്കിലും ടേബിൾ ടൈപ്പ് ആയിക്കോട്ടെ, ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് കൃത്യമായി ഉത്തരം എഴുതാൻ കഴിയും. ഇവിടെ മാത്സ് തന്നെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മെത്തേഡും ട്രിക്കും പഠിപ്പിക്കുന്നുണ്ട്. ഒരു ചോദ്യത്തിൽ തന്നെ 2 മെത്തേഡുകൾ എല്ലായിടത്തും പഠിപ്പിക്കുന്നുണ്ട്. SCERT ടെക്സ്റ്റ് ബുക്കുകൾ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഞങ്ങൾ പാരലി ഒരു ട്യൂഷൻ സെൻ്ററൊക്കെ നടത്തുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ടീച്ചേഴ്സും കൃത്യമായി കിട്ടാറുണ്ട്. അപ്പോൾ SCERT ടെക്സ്റ്റ് ബുക്കുകളുടെ ലൈവ് ക്ലാസ്സുകളും നമുക്ക് കൃത്യമായി കിട്ടും. അങ്ങനെ വളരെ ഗംഭീരമായി നമുക്ക് പഠനം കരുതേണ്ടതുണ്ട്. നമ്മൾ പഠനത്തെ കാണേണ്ടതുണ്ട്. എല്ലാവരും ഒന്ന് ഉണർന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. ഹജാസ് ക്ലാസ്സസിൽ ഞാനും എന്നോടൊപ്പമുള്ളവരും നിങ്ങളെ സഹായിക്കാനുണ്ടാവും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിന് നമ്മൾ ഓരോ ആപ്ലിക്കേഷനിലും നോക്കുക, വളരെ വലിയ ഫീസാണ്. നമുക്ക് ചെറിയ ഫീസാണുള്ളത്. മറ്റുള്ള ആപ്ലിക്കേഷനിൽ എന്ത് ഫീസാണോ നമ്മൾ കൊടുക്കുന്നത് അതിനേക്കാളും ഒക്കെ വളരെ കുറവാണ്. ഒരു മാന്യമായ ഫീസ് ആണ് നമുക്കുള്ളത്. ആ ഫീസിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ഒരു 3-4 ദിവസം നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. എല്ലാവരും പോസിറ്റീവായിരിക്കുക. നമ്മൾ എന്ത് ചെയ്യും, ഇത്തവണ ജോലിയിൽ കയറും. UDF സർക്കാർ വന്നതിന് ശേഷം ആദ്യമായി എടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ ജോലിയിലേക്ക് എടുക്കുന്ന ആ ഒരു ടേബിളിനകത്ത് നിങ്ങളുടെ പേരുണ്ടാവും. നിങ്ങളും ഇത്തവണ ജോലിയിൽ പ്രവേശിക്കും. ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കുക. ഞങ്ങളുണ്ടാവും കൂടെ. വീണ്ടും കാണാം. ബൈ ബൈ.